വീട്ടിൽ ഒരു വമ്പൻ പപ്പായ വാങ്ങിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, എന്ത് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ. സോ ഞാൻ ചാറ്റ് ജി പി ടിയിൽ നോക്കി കുറച്ച് എന്തൊക്കെ പപ്പായ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചാറ്റ് ജി പി ടി എനിക്ക് പറഞ്ഞു തന്നതാണ് വി ക്യാൻ മേക്ക് പപ്പായ വിത്ത് ഐസ്ക്രീം കേക്ക് എന്നൊക്കെ. ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങണം. സോ ഐ തിങ്ക് കേക്കിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് മേക്ക് പപ്പായ കേക്ക്. ഏതായാലും ക്രിയേറ്റീവായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്പേസിൽ എസ്തെറ്റിക്കലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാൻ വിചാരിച്ചു വൈ ഷുഡിൻറ്റ് ഐ ടേക്ക് ബാൽക്കണി ആസ് എ സ്പേസ് ഫോർ ടേക്കിംഗ് വീഡിയോ. കാരണം ഇതുവരെ ബാൽക്കണി വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല. സോ ഞാൻ അങ്ങനെ അത് സെറ്റാക്കി. ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു പപ്പായയാണ്. ഒരു വലിയ പപ്പായ ഇട്ടിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് പപ്പായ, ഡേറ്റ്സ്, നട്ട്സ്, ബേക്കിംഗ് പൗഡർ, മൈദ, ഷുഗർ, വാനില എസൻസ്, പിന്നെ 2 എഗ്സ്, പിന്നെ സൺഫ്ലവർ ഓയിലുമാണ് വേണ്ടത്. സോ ഫസ്റ്റ് അതിനായി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് പൊടിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1/2 അളവാണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. എഗ്ഗിൻ്റെ മണം നമുക്കധികം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. ഫ്ലഫി ആക്കി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ബീറ്റ് ചെയ്ത് കണ്ടോ നല്ല ഫ്ലഫി ആക്കിയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്താണ് ഇതൊന്ന് ഇതാക്കിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ, ഫോൾഡ് ചെയ്ത് പോകുന്ന കൺസിസ്റ്റൻസി. കട്ടാവൂല. നമ്മളൊരു സൺഫ്ലവർ ഓയിൽ, 1 ബൗൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിലോട്ട് ചേർക്കുവാണ്. പിന്നെ അതിനുശേഷം ഞാൻ സ്മാഷ് ചെയ്തുകൊണ്ട് വന്ന പപ്പായ നമ്മൾ ഇതിലോട്ട് ചേർക്കുവാണ്. നമുക്കിതൊന്ന് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു പീച്ച് കളറാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. ആദ്യം നമുക്ക് മുകളിലോട്ട് കുറച്ച് കളേഴ്സ് എടുത്തിടാം. അപ്പോൾ എങ്ങനെ മിക്സ് ആവുന്നത് കളർ കണ്ടോ. ആക്ച്വലി ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് കളറായി, അടിപൊളിയായിട്ടുള്ള കാണാനല്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനിയിപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്യുവാണ്. ഓൾറെഡി അരിച്ചു വെച്ചതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ഡിഫിക്കൽട്ടാണ്, ടാസ്ക്കാണ്. ഡ്രൈയും ഇതും കൂടെ നന്നായിട്ട് എയർ ബബിൾ ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് സെറ്റ് ആവുള്ളൂ. ആക്ച്വലി ഈ മിക്സിങ്ങിലാണ് കേക്ക് എന്നാണ് എനിക്ക് 2 കൂടി കേക്ക് ഉണ്ടാക്കിയപ്പോൾ തോന്നിയത് കേട്ടോ. ഇറ്റ്സ് കമ്മിങ് വെൽ. ലെറ്റ്സ് സീ. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അതിൽ 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ മതി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നട്ട്സും ഡേറ്റ്സും ആഡ് ചെയ്യാണ്. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്ത കേക്ക് ട്രേയിലേക്ക് ഇതെല്ലാം നമുക്ക് ബാറ്റേഴ്സൊക്കെ ഒഴിക്കാം. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ എയർ ബബിൾ തട്ടി കളഞ്ഞിട്ട് വേണം വെക്കാൻ. എന്നാലേ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ വരുള്ളൂ. ഏത് പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. പാനിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഹൈറ്റിൽ ഒരു പാത്രം വെച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും കുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് പാനാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ മൊത്തത്തിൽ ലിഡ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് മൈദമാവ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ചാറ്റ് ജി പി ടി പറഞ്ഞു തന്നതാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ലൈക്ക്
അതാണ് നമുക്ക് വേണ്ടത്. ഫുഡ് നമ്മൾ നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്യണം. കാരണം ചെറുതായിട്ട് പൊങ്ങിയില്ല കേക്ക്, ബട്ട് അകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ലാസ്റ്റ് ഒരു കൊതിപ്പിക്കൽ വീഡിയോ ആകാം. ഐ ആം സോ ഹാപ്പി. ഇത് ലുക്കിൽ വർക്കായില്ലെങ്കിലും ടേസ്റ്റിൽ അടിപൊളിയായി. സോ ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ടേസ്റ്റ് നല്ലതായിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ആവാം.